നമ്മുടെ പരിസര പ്രദേശങ്ങൾ പലതും ശക്തമായ മഴ കാരണം വെള്ളത്തിൽ മുങ്ങിപ്പോയ സാഹചര്യത്തിലാണുള്ളത്. പല ജില്ലകളിലെയും പള്ളികളിൽ ജുമുഅ നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും മറ്റുമൊക്കെയുണ്ട്. അള്ളാഹു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് എത്രയും വേഗം സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ആകാശത്തുനിന്ന് നമുക്ക് ആവശ്യമായ വെള്ളം മഴയായി ഇറക്കിത്തരുക എന്നുള്ളത്. വെള്ളത്തെക്കുറിച്ച് മുമ്പ് നമ്മൾ വളരെ വിശാലമായി തന്നെ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല. മനുഷ്യന് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വലുതാണ് ആകാശത്തുനിന്ന് മനുഷ്യന് പാകം ചെയ്യുവാനും പാനം ചെയ്യുവാനും മനുഷ്യന്റെ ഭക്ഷണം ഭൂമി അതിന് പറ്റുന്ന പാകത്തിൽ ആയിത്തീരുവാനുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തെ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. ആകാശത്തുനിന്ന് പെയ്തിറങ്ങുന്ന മഴ മനുഷ്യന് അനുഗ്രഹമാണ്. മനുഷ്യന്റെ എല്ലാ കാര്യത്തിനും വെള്ളം ആവശ്യമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതൊരു പരിധി കഴിഞ്ഞാൽ, ആകാശത്തുനിന്ന് വരുന്ന അനുഗ്രഹം ഒരു പരിധി കഴിഞ്ഞാൽ മനുഷ്യന് വലിയ പരീക്ഷണമായി മാറുകയും ചെയ്യും. പല സ്ഥലങ്ങളിലുമുള്ള ജനങ്ങൾ, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം 6 മാസത്തോളം ഏകദേശം മഴ പെയ്യുന്ന കാലാവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഓരോ വർഷവും മഴക്കാലമാകുമ്പോഴേക്ക് പ്രയാസപ്പെടുന്ന, ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മോചനം നൽകണം. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അടുത്ത ഒരു മഴക്കാലം വരുമ്പോൾ ഓരോ മഴക്കാലത്തെയും ഭീതിയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മാറിക്കഴിഞ്ഞു. മഴക്കാലം വരുമ്പോൾ വെള്ളം പൊങ്ങുമോ, അല്ലെങ്കിൽ പൊങ്ങിയാൽ ആ വെള്ളം എവിടെയാണ് എത്തിച്ചേരുക? ഇപ്പോൾ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ കഴിഞ്ഞ തവണ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടില്ലാത്ത പല സ്ഥലങ്ങളിലും ഇത്തവണ വെള്ളം കയറിയിട്ടുണ്ട്. സേഫാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന, അല്ലെങ്കിൽ ഇവിടെ വെള്ളം എത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പല ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വെള്ളം എത്തിയിട്ടുണ്ട്. ഓരോ മഴക്കാലത്തും ഇങ്ങനെ ഭീതിയോടുകൂടി കഴിയേണ്ടുന്ന സാഹചര്യം മനുഷ്യർക്കുണ്ടാകരുത്. മറിച്ച് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ, നമ്മുടെ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിന് എന്താണോ കൃത്യമായ പരിഹാരമുള്ളത് അത് കണ്ടെത്തുക തന്നെ വേണം. പുഴയിലെ മണലെടുത്തു മാറ്റിയിട്ടാണെങ്കിൽ അങ്ങനെ, മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലാതെ എല്ലാ കാലവും മഴക്കാലം വരുമ്പോഴേക്ക് ജനങ്ങൾ ഭീതിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, സ്കൂളുകൾ, പള്ളികൾ, ആതുരാലയങ്ങൾ പ്രയാസത്തിന്റെ ഈ വലിയ പ്രതിസന്ധിയെ പല നിലയിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന കാലമാണ്. എല്ലാവരെയും പ്രയാസത്തിലേക്ക് തള്ളിവിടുന്ന ഈ സാഹചര്യങ്ങൾ അടുത്ത കൊല്ലമെങ്കിലും ഉണ്ടാകരുത് എന്ന് മുൻകൂട്ടി കാണുകയും മുൻധാരണയോടുകൂടി നമ്മൾ ഓരോരുത്തരും കൃത്യമായ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച്, നമ്മുടെ നാടുകളെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ വേണം. അള്ളാഹു അത്തരം അപകടങ്ങൾ, ദുരന്തങ്ങളെ തൊട്ടെല്ലാം നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓരോ കൊല്ലവും ഇത് സഹിക്കാം, അല്ലെങ്കിൽ ഓരോ കൊല്ലവും ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ, ദുരന്തബാധിതരാകുന്ന ഒരവസ്ഥയിൽ നിന്ന് ദുരന്തം ബാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങളെ മാറ്റിയെടുക്കണം. ജനങ്ങളുടെ ഭയവും ജനങ്ങളുടെ പ്രയാസങ്ങളും അകറ്റണം. നമുക്കറിയാത്തത് കൊണ്ടാണ് ബാഗുകൾ ഒലിച്ചുപോയ, ബുക്കുകൾ ഒലിച്ചുപോയ, സർട്ടിഫിക്കറ്റുകൾ ഒലിച്ചുപോയ, ജീവിതത്തിനാവശ്യമായ രേഖകൾ ഒലിച്ചു പോകുന്ന ഒരു സമൂഹം. ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇനി എത്രയാണ് പ്രയാസപ്പെടേണ്ടി വരിക, എത്രയാണ് അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടി വരിക. രാത്രിയിൽ കിടന്നുറങ്ങുന്ന വീട്ടിൽ നിന്ന് എല്ലാം ഒലിച്ചുപോയപ്പോ തങ്ങളുടെ പഠനങ്ങളും സ്വപ്നങ്ങളും ജീവിതങ്ങളും മുന്നോട്ട് ജീവിക്കാൻ ആവശ്യമായ പലതും, പല രേഖകളും വെള്ളത്തിൽ ഒലിഞ്ഞുപോയ ഒരു സമൂഹം. നമുക്ക് ചിലപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാകില്ല. അങ്ങനെയാണല്ലോ, പണക്കാരന്റെ മഴയല്ല പാവപ്പെട്ടവന്റെ മഴ, കൂര ചോർന്നൊലിക്കുന്ന മനുഷ്യന്റെ മഴയല്ല മണിമാളികയിൽ താമസിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന മഴ, ഓരോ ദിവസവും അന്നന്നത്തെ അന്നം തേടി പുറപ്പെടുന്ന കൂലിപ്പണിക്കാരൻ അനുഭവിക്കുന്ന മഴയല്ല, സ്വന്തമായി ഇൻവെസ്റ്റ്മെന്റുകളുള്ള, വരുമാനം കിട്ടുന്ന, പ്രയാസങ്ങളില്ലാതെ ജീവിക്കുന്ന മനുഷ്യന്റെ മഴ. കാണുന്നവന്റെയും കേൾക്കുന്നവന്റെയും അനുഭവിക്കുന്നവന്റെയും മഴ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭീതി അകറ്റേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. പരിശുദ്ധമായ ഖുർആനിലേക്ക് വരൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ഈ അനുഗ്രഹം, വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ആ വെള്ളം തടസ്സപ്പെടുന്ന നേരത്ത്, മഴ ലഭിക്കാതെയാകുന്ന നേരത്തും മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിലേക്ക് വന്നാൽ നമുക്ക് മനോഹരമായ ദൈവീക വചനങ്ങളുടെ അമൂല്യമായ
ഉറവ അവിടെ നിന്ന് പൊട്ടി ഒലിക്കുന്നത് കാണാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം മഴയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ വേദത്തെ അവതരിപ്പിച്ച നാളുകളും കാലങ്ങളും സമൂഹങ്ങളും ദേശങ്ങളും അതിലൂടെ കടന്നുവരുന്ന ചരിത്രത്തിന്റെ വ്യത്യസ്തമായ തുറകളിൽ നിന്ന് വിവിധ മഴകളെ ഖുർആൻ പറയുന്നുണ്ട്. ആലോചിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിലെ പോലെ സമൃദ്ധമായ മഴയുള്ള സ്ഥലമല്ല സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന അറേബ്യ മണൽ ഭൂമി, മരുഭൂമി. മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പോലെ കൃത്യമായ കാലാവസ്ഥ, മൺസൂൺ കാലയളവുകളിൽ കൃത്യമായി മഴ പെയ്യുന്ന സാഹചര്യമുള്ളത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, അതുപോലെ ദക്ഷിണേഷ്യയുടെ പല ഭാഗങ്ങളിൽ, ദക്ഷിണ ചൈനയുടെ ഭാഗങ്ങളിൽ, മധ്യ ആഫ്രിക്കയിൽ, അതുപോലെ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലൊക്കെ മാത്രമാണ് ഒരു വർഷത്തിൽ ഇത്ര കാലയളവിൽ മഴ പെയ്യുക എന്നുള്ള ഈ മൺസൂൺ പ്രതിഭാസങ്ങളുള്ളത്. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ഇടയ്ക്കൊക്കെ മഴ പെയ്താലായി, വല്ലപ്പോഴുമൊക്കെ ഒന്ന് ചാറിയാലായി എന്നല്ലാതെ മഴയില്ല. എന്നാൽ പരിശുദ്ധമായ ഖുർആനിലേക്ക് വരൂ. വ്യത്യസ്തങ്ങളായ മഴകളെ, മണൽ മരുഭൂമിയുടെ നടുത്തളത്തിൽ മഴ പെയ്യാത്ത കാലാവസ്ഥ, അത്തരമൊരു സാഹചര്യത്തിൽ ചുട്ടുപഴുത്ത മരുഭൂമിയുടെ നടുത്തളത്തിൽ ഇരുന്നു കൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില മഴകളെ പരിചയപ്പെടുത്തുകയാണ്. ഖുർആൻ പരിചയപ്പെടുത്തിയ ഒന്നാമത്തെ മഴ മനുഷ്യർക്ക് അനുഗ്രഹമായ മഴയാണ്. സൂറത്ത് ശൂറയുടെ 28-ാമത്തെ വചനം ഗൈസായ, മനുഷ്യർക്ക് ഉപകാരമായ, റഹ്മത്തായ, കാരുണ്യമായ, അനുഗ്രഹമായ ഒരു മഴയെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമായി ഭൂമിയിൽ വർഷിക്കുന്ന മഴയെക്കുറിച്ചാണ് അവിടെ പറയുന്നതെങ്കിൽ മറ്റു ചില ഭാഗങ്ങൾ മഴയുടെ വിവിധങ്ങളായ പ്രയോഗങ്ങളെ കൊണ്ടുവരുന്നത് കാണാം. ആകാശത്തു നിന്ന് വരുന്ന ജലം, ആ ജലത്തിന്റെ വിവിധങ്ങളായ അവതരണങ്ങളെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുകയാണ്. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി തരുകയാണ്. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ്, മഹാന്മാരായ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. ഈ മഴയുടെ വ്യത്യസ്തങ്ങളായ പദപ്രയോഗങ്ങളെ അല്ലാഹു തആല അവതരിപ്പിച്ചതിലൂടെ വിവിധങ്ങളായ ഭാവങ്ങൾ ആ മഴയ്ക്കുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു ഭാഗത്ത് മഴ അനുഗ്രഹങ്ങളുടേതാണ്. മനുഷ്യനാവശ്യമായ മഴ, ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ മുളപൊട്ടുന്ന, മനുഷ്യനാവശ്യമായ വിഭവങ്ങൾ വരുന്ന, നിർജീവമായി കിടക്കുന്ന ഭൂമി സജീവമാകുന്ന മഴ. മഴ ആകാശത്തു നിന്ന് താഴേക്ക് പെയ്യുമ്പോൾ നമ്മുടെ വായുമണ്ഡലത്തിലുള്ള ഫോസ്ഫറസും മഗ്നീഷ്യവും സിങ്കും പൊട്ടാസ്യവും എല്ലാം ഭൂമിയിലേക്ക് വരികയും തരിശായി കിടക്കുന്ന നിർജീവമായ ഭൂമി വീണ്ടും സജീവമാവുകയും ചെയ്യുന്നത് കാണാം. വിശാലമായി നമ്മൾ സൂറത്ത് യാസീൻ പറയുമ്പോൾ ഇത്തരം സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ കലാം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നിർജീവമായ ഭൂമിക്ക് സജീവത നൽകുന്ന മഴ, കാരുണ്യത്തിന്റെ മഴയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചാറ്റ മഴയെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരച്ചുകുത്തി പെയ്യുന്ന മഴയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇരച്ചുകുത്തി വരുന്ന വെള്ളത്തെക്കുറിച്ച്, മഴയെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ ക്ഷോഭമുള്ള വളരെ ശക്തിയായ മഴയും ചാറ്റ മഴയെയും കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വാബിലും ഫത്തൽ, സൂറത്തുൽ ബഖറയിലെ ഒരു ഭാഗത്തു കാണാം. ചാറ്റ മഴയെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുകയാണ്. ശക്തിയേറിയ മഴയെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുകയാണ്. ഈ വചനങ്ങളെല്ലാം അല്ലാഹുവിൽ നിന്ന് അവതരിക്കുന്നതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ മഴ കൊണ്ട് പരീക്ഷിച്ച ജനതയുടെ സംഭവങ്ങളെ ഖുർആൻ പറയുന്നുണ്ട്. മത്തർ എന്ന പ്രയോഗം ഖുർആൻ പല സ്ഥലങ്ങളിലും മഴയെക്കുറിച്ച് നടത്തുന്നത് ശിക്ഷയുടെ ഭാഗമായിട്ടാണ്. അക്കൂട്ടത്തിൽ മഹാന്മാരായ മുൻഗാമികളായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ കാലത്ത് പെയ്തൊഴിഞ്ഞ മഴയെക്കുറിച്ച് ഖുർആൻ നമ്മളോട് വല്ലാതെ സംസാരിക്കുന്നുണ്ട്. സയ്യിദുനാ നബിയുല്ലാഹി ഹൂദ് അലൈഹിസ്സലാം, അവരുടെ ജനത എല്ലാ ധാർമ്മികതകളെയും ലംഘിച്ച സമയത്ത്, എല്ലാ അധാർമികതകളും വാരിപ്പുണർന്ന സമയത്ത്, എല്ലാ നന്മകളിൽ നിന്നും പിന്തിരിഞ്ഞോടിയ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലമ്മാ ജാഅ അംറുനാ ജഅൽനാ ആലിയഹാ സാഫിലഹാ ഫഅംതർനാ അലൈഹാ ഹിജാറതൻ മിൻ സിജ്ജിലിൻ മംദൂദ്, അവരുടെ മേലെ പെയ്തൊഴിഞ്ഞ കല്ലുമഴയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ചാറ്റമഴ മാത്രമല്ല ഖുർആനിലുള്ളത്, വാബിലും ഫത്തല്ലും മാത്രമല്ല, ചാറിപ്പെയ്യുന്ന മഴയും കുത്തിപ്പെയ്യുന്ന മഴയും.
കുതിച്ചു വരുന്ന മഴയെക്കുറിച്ച് മാത്രമല്ല, യുനസ്സിലുൽ ഗൈസിനെ കുറിച്ച് മാത്രമല്ല, എത്ര തരത്തിലാണ് മരുഭൂമിയുടെ നടുത്തളത്തിലിരുന്നൊരു പ്രവാചകൻ വ്യത്യസ്തങ്ങളായ മഴകളെ കുറിച്ച് ജനങ്ങളോട് പറയുന്നത്. തീർച്ചയായും ആ പ്രവാചകൻ അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകനാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൂട്ടത്തിൽ കല്ലുമഴയെ കുറിച്ച് പറയുകയാണ്. മഹാനരായ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ മേൽ, അവരുടെ ജനതയുടെ മേൽ അല്ലാഹു തആല നടത്തിയ കല്ലുമഴയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. വീണ്ടും കാണാം, ഫറോവയുടെ ആ കാലത്തെ ജനങ്ങളുടെ എല്ലാ ദുഷ്കർമ്മങ്ങൾക്കും മറുപടി എന്നോണം അല്ലാഹു തആല ഫഅർസൽനാ അലൈഹിം തൂഫാന വൽ ജറാദ വൽ ഖുമ്മല വൽ ലഫാദിഅ. വിശാലമായി സൂറത്തുൽ അറാഫ് പറയുന്നുണ്ട് ഫറോവയുടെ കാലത്തു പെയ്ത മഴയെക്കുറിച്ച്, അതിലൂടെ രൂപപ്പെട്ട പ്രളയത്തെക്കുറിച്ചെല്ലാം ഖുർആൻ പറയുന്നുണ്ട്. സയ്യിദുനാ നബിയുല്ലാഹി ഹൂദ് അലൈഹിസ്സലാമിന്റെ ജനതയുടെ മേൽ പെയ്ത മഴ, ആ മഴ തീർത്ത പ്രളയത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. മഹാനരായ സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ പ്രളയം പറയുമ്പോഴെല്ലാം ഖുർആൻ സൂറത്തുൽ അറാഫിന്റെ വ്യത്യസ്തങ്ങളായ വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുകയാണ്. ആ ജനങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയായിരുന്നു അല്ലാഹു തആല അവരുടെ മേൽ പ്രളയത്തെ ഉണ്ടാക്കി വെച്ചത്. അവരുടെ മേൽ ഈ വെള്ളം ഒഴുകി വന്നത്, അവരുടെ മേൽ വെള്ളം ഒലിച്ചെത്തിയത് അവരുടെ അധർമ്മങ്ങളിൽ നിന്നവർ പിന്മാറാൻ വേണ്ടിയാണ്. അവരുടെ ദുഷ്കർമ്മങ്ങളെ തൊട്ടവർ പിന്മടങ്ങാൻ വേണ്ടിയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ധാർമ്മികമായിരിക്കാൻ വേണ്ടിയാണ്. അവരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അവർക്ക് ആലോചിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓർമ്മപ്പെടുത്തി തരുകയാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചാൽ വിവിധങ്ങളായ സൂറത്തുകളിൽ വിവിധ തരത്തിലുള്ള മഴകളെ, മഴ കൊണ്ട് പ്രയാസം അനുഭവിച്ചവരെ, ആ പ്രയാസങ്ങളിൽ മുക്കിക്കൊന്നുകളഞ്ഞ ജനങ്ങളെ, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴയുടെ വിവിധ ഭാവങ്ങളെ നമുക്ക് പറഞ്ഞു തരുകയാണ്. ഭൂമിയിലേക്ക് പതിക്കുന്ന മഴയെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു തരുകയാണ്. ഇനി ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിലേക്ക് വരൂ. എന്തിനാണ് അവിടെ മാതൃകയില്ലാത്തത്? യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്തിട്ട് കാലമേറെയായി നബിയെ, വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. കാലികൾ പ്രയാസത്തിലാണ്, കുഞ്ഞുങ്ങൾ പ്രയാസത്തിലാണ്. വെള്ളം വേണമെന്ന് പറയുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ വരികയാണ്. ആ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരങ്ങൾ നമുക്കെല്ലാവർക്കും അറിയുന്നതല്ലേ. അതേപോലെ തന്നെ മഴ കൊണ്ട് ബുദ്ധിമുട്ടിയ നേരത്ത് ജനങ്ങൾ നബി തങ്ങളുടെ അരികിലേക്ക് വന്നു. ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, മഴ പെയ്തിട്ട് ഞങ്ങൾ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, വിഷമത്തിലാണ്. ഞങ്ങളുടെ കാലികൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത, ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് ഞങ്ങൾക്ക് പരിഹാരം നൽകണം. വീണ്ടും ദുആ വന്നു, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ ഹനീഅൻ മരീഅൻ ഗൈറല്ലാർ. ആകാശത്തു നിന്ന് പെയ്യുന്ന മഴ അത് അനുഗ്രഹപൂർണമാകണമെന്ന്, ഉപകാരപൂർണമാകണമെന്ന്, ഒരിക്കലും ഉപദ്രവമാകരുതേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, ഞങ്ങൾക്ക് മതിയായ മഴ കിട്ടിയതിനു ശേഷം ബാക്കിയുള്ളത് പരിസരങ്ങളിലേക്കൊക്കെ മടക്കി അയച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ മഴ മതി എന്ന തരത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത് കാണാം. ആ തിരുനബിയിൽ എന്തിലാണ് മാതൃകയില്ലാത്തത്? മഴക്കാലത്തെ റസൂൽ നമുക്ക് മുന്നിലുള്ള മാതൃകയാണ്. ആകാശത്ത് മേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോഴേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആ വരുന്നു, പടച്ചവനെ, ഈ പെയ്യുന്നത് ഞങ്ങൾക്ക് ഉപകാരമുള്ളതാക്കണേ. ഹനീഅൻ മരീഅൻ നാഫിഅൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഉപകാരപ്രദമാക്കണേ. ഒരിക്കലും ഞങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയാസം നൽകരുതേ. കാറ്റടിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. ഇടിവെട്ടുന്ന സമയത്ത് അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വആഫിനാ ഖബ്ല ദാലിക്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഉദ്ധരണി കാണാം. ഹബീബായ നബി തങ്ങളുടെ പ്രാർത്ഥനകളാണ് ഈ നേരങ്ങളിലെല്ലാം. കാരണം ഈ പ്രകൃതിയെ നന്നായി അറിയുന്നയാളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങൾ ഈ മഴ കൊണ്ട് നശിക്കപ്പെട്ടത്, പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് തകർക്കപ്പെട്ടത് അവർക്ക് അല്ലാഹു തആല നൽകിയ പരീക്ഷണങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ടാണ്. ആകാശത്തുരുണ്ടുകൂടിയ മേഘങ്ങൾ കണ്ടപ്പോൾ ഹബീബായ നബി തങ്ങൾ കൈ ഉയർത്തിയത്. ആകാശത്ത് ഇടിമിന്നലുണ്ടായപ്പോൾ ഹബീബായ നബി തങ്ങൾ കൈ ഉയർത്തിയത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ഇത്തരം വെള്ളപ്പൊക്കത്തിന്റെ വാർത്തകൾ
വാർത്തകൾ കേട്ടിട്ട് നമ്മൾ എത്ര ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുവേ അത്തരമൊരു സാഹചര്യം ഞങ്ങൾക്ക് നൽകരുതേ എന്ന്, ഞങ്ങളിലേക്ക് വെള്ളം എത്തിച്ചേരരുതേ എന്ന്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ദുആ തന്നെയാണ്. അതാണ് ഹബീബായ നബി തങ്ങൾ കാണിച്ചു തന്നത്. മഴ കൂടിയിട്ടുണ്ട് നബിയെ എന്ന് പറയുമ്പോ മഴ നിന്ന് കിട്ടാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ഷോഭങ്ങളുടെ ഇടയിൽ നമ്മുടെ ദുആ, ആ ദുആഇനൊരു കുറവും വരരുത്. പ്രയാസങ്ങളിൽ പെട്ടുപോയ മനുഷ്യർക്ക് അവര് വീണുപോയ പ്രയാസങ്ങളുടെ വലിപ്പം അറിയൂ, അവരെത്തിപ്പെട്ട അവസ്ഥകൾ അറിയൂ. ഇന്നലെ രാത്രിയിൽ വീട്ടിൽ കിടന്നുറങ്ങിയ മനുഷ്യർ രാവിലെ ക്യാമ്പുകളിലാണ്. രാത്രിയിൽ ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചിരുന്ന ആളുകൾ രാവിലെ എവിടെ നിന്നെങ്കിലും ഒരു ബിസ്ക്കറ്റോ ഒരു ബ്രെഡോ കിട്ടുമോ എന്ന് പ്രയാസപ്പെടുകയാണ്. അലമാരകളിൽ ഇഷ്ടം പോലെ തുണി മടക്കി അടുക്കി വെച്ചിരുന്ന ആളുകൾ ആരെങ്കിലും ഒരു നൈറ്റ് കൊണ്ട് തന്നിരുന്നെങ്കിൽ, ഒരു ലുങ്കി കൊണ്ട് തന്നിരുന്നെങ്കിൽ എന്ന് പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കാണ്. ഈ അവസ്ഥ ആർക്കും വരാം, നമുക്കും വരാം, നമ്മുടെ നാടുകളിലും വരാം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിലേക്ക് കൈനീട്ടി ദുആ ചെയ്യുക, ബലാഉകളിൽ നിന്ന് കാവൽ ചോദിക്കുക. മുൻകഴിഞ്ഞ മനുഷ്യരുടെ പാഠങ്ങൾ ഖുർആൻ പറയുന്നതിൽ നിന്ന് നമുക്ക് പഠിക്കാനേറെയുണ്ട്. അല്ലാഹുവിൽ വഴിപ്പെട്ട് ജീവിക്കുകയും ചിന്തിക്കുകയും നന്നായി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു ദുനിയാവിൽ വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ വലിയ പരീക്ഷണങ്ങളായി മാറുന്നില്ലേ? മഴ ഒരു പരീക്ഷണമായി മാറുന്നില്ലേ? മഴ നമുക്ക് ആവശ്യമാണ്, പരിധി കഴിഞ്ഞാൽ പരീക്ഷണമാണ്. അല്ലാഹു നൽകിയ മക്കൾ പലപ്പോഴും പരീക്ഷണങ്ങളാകുന്നില്ലേ? സമ്പത്ത് പലപ്പോഴും പരീക്ഷണങ്ങളാകുന്നില്ലേ? എന്നാൽ അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് അത് നമ്മുടെ മക്കളല്ല, നമ്മുടെ കുടുംബമല്ല, നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ ആയുസ്സല്ല. അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിലേക്ക് നമ്മുടെ വാതിലുകൾ തുറക്കുകയാണ്. ഈ പേമാരിയിൽ നിന്ന് അനുഗ്രഹത്തിന്റെ വാതിൽ, അനുരാഗത്തിന്റെ ഒരു മഴയിലേക്ക് തുറക്കുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അന്നിഅമത്തുൽ കുബ്രാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിന്റെ പിറവി കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിദ നമ്മുടെ പടിവാതിലിലേക്ക് വരുന്നു. ബിശഹരി റബീഇൻ ഖദ് ബദാ നൂറുൽ അലാ ഫയാ ഹബ്ബദാ ബദ്റുൻ ബിദാകൽ ഹിമായു ജിലാ സ്വലാത്തും വ തസ്ലീമും വ അസ്കാ തഹിയതി അലൽ മുസ്തഫൽ മുഖ്താർ ഖൈറുൽ ബരിയതി അനാറതു ബിഹിൽ അക്വാനു ശർഖൻ വ മഗ്രിബാ വ അഹ്ലുസ് സമാ ഖാലൂ ലഹു മർഹബൻ അഹ്ലാ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറവി കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ സ്വലാത്തുകൾ കൊണ്ട് സലാമുകൾ കൊണ്ട് സ്വീകരിക്കേണ്ട മാസം. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മളെല്ലാത്തിലും മേലെ സ്നേഹിക്കുന്ന നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴാൻ അവസരം നൽകിയ മനോഹരമായ പകലുകൾ, രാത്രികൾ, അല്ലാഹുവിന്റെ അനുഗ്രഹം നിറഞ്ഞു നിന്ന ദിവസങ്ങൾ നമ്മിലേക്ക് വരികയാണ്. അഹ്യാ റബീഉൽ ഖൽബി ശഹറുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. ആ റബീഉൽ അവ്വലിനെ ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മുഅ്മിനായ മനുഷ്യന്റെ കൽബിൽ ഹബീബായ നബി തങ്ങളുടെ മാസം വരുമ്പോൾ വലിയ ആനന്ദമാണ്. എന്റെ നേതാവ് പിറന്ന മാസം, അവിടുത്തെ ഓർമ്മകളുടെ മാസം, ഈ മഹാപ്രപഞ്ചത്തിന്റെ മുക്കുമൂലകളിലെല്ലാം മുസ്തഫായ നബി തങ്ങളുടെ അവദാനങ്ങൾ കൂടുതൽ കേൾക്കുന്ന മാസം, സ്വലാത്തിന്റെ മാസം. ഹബീബായ നബി തങ്ങളുടെ മേൽ നമ്മുടെ നാട്ടിലെ ചെറിയ മക്കൾ മുതൽ മുതിർന്ന ആളുകൾ വരെ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അനുരാഗത്തിന്റെ
വചനങ്ങളുടെ മഴ വർഷിക്കുന്ന, സ്വലാത്തിന്റെ മഴ വർഷിക്കുന്ന മാസം പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് വരുമ്പോൾ അതിനെ അർഹിക്കുന്ന ആദരവോടെ സ്വീകരിച്ച് നമ്മുടെ വീടും നമ്മുടെ നാടും നമ്മുടെ നഗരങ്ങളും എല്ലാം മദ്ഹുകൾ കൊണ്ട് ധന്യമാക്കി ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് മുസ്തഫായ നബി തങ്ങളുടെ ഓർമ്മകളിൽ ആ മീലാദിൽ സന്തോഷിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിഷയങ്ങളിലും അല്ലാഹു അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖൈറു ബറക്കാത്തുകൾ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ അല്ലാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.